+2 ബയോ സയൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ 10 കഴിഞ്ഞപ്പം എനിക്ക് അത്യാവശ്യം മാർക്കുണ്ട്, ഒരു 83% ഉണ്ടായിരുന്നു. എവിടെ +2 ന്യൂമാൻ സെന്റ് ജോസഫിലല്ല പഠിച്ചു? അല്ല, ഞാൻ കതിരക്കാട് പഠിച്ചത്. +2 10 കഴിഞ്ഞപ്പോ പിന്നെ എന്നുവെച്ചാൽ 83% ഉണ്ടായിരുന്നു. പിന്നെ ഈ ബയോളജി സയൻസ് എടുക്കണമെന്നുള്ള ആദ്യമേ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ചാടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പം പിന്നെ അവിടെ ഈ കതിരക്കാട് കമ്പ്യൂട്ടർ സയൻസ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ബയോളജി സയൻസിലേക്ക് ചാടിയായിരുന്നു. അപ്പം കുറെ പേര് എന്നോട് പറഞ്ഞു ഈ കൊമേഴ്സ് എടുക്ക്, എനിക്ക് ബയോളജിയിലും അങ്ങനെ അതിലൊന്നും മാർക്ക് കുറവായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രകാരം അങ്ങനെ +2ലേക്ക് കയറി. അത്യാവശ്യം സ്ട്രഗിൾ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ നല്ല പാടൊക്കെ ഉണ്ടായിരുന്നു. മലയാളം മീഡിയത്തിൽ നിന്ന് വരുമ്പം ഒരു സ്ട്രഗിൾ ഫേസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ഞാൻ പാസ് ഔട്ടായി. അത് ഏത് വർഷമായിരുന്നു? ഞാൻ പാസ് ഔട്ടായി 2020-ലായിരുന്നു. 20+2. 20. അപ്പം അവിടെ പോയത് കൊണ്ട് ഞങ്ങളെക്കാളും ഒരു വർഷം ബാക്കിയില്ല. കാരണം ഞങ്ങള് 2019-ലായിരുന്നു. ഇവനെ മറ്റേ അച്ഛനാവാൻ പോയത് കൊണ്ട് അതിന്റെ എന്തോ കോഴ്സ് ചെറുതായിട്ട് എന്തോ ഡ്യൂറേഷൻ ചെയ്തുകൊണ്ട് ആ സമയത്ത് അഡ്മിഷൻ ക്ലോസ് ആയിരുന്നു. പിന്നെ ഇവ വന്നപ്പം പിറ്റേ ബാച്ച് തൊട്ടാണ് ഇവന് കയറാൻ പറ്റിയുള്ളൂ. അതെ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് നമ്മളെ ഇവിടെ തൊടുപുഴ തന്നെയാണ് പഠിച്ചേ, HRDയുടെ കോളേജ്. HRDക്ക് ഈ സംസ്ഥാനത്ത് തന്നെ പല ഇതുണ്ട്. ഒരിടയ്ക്ക് അത് യൂണിവേഴ്സിറ്റി ആവുന്നൊക്കെ ഇങ്ങനെ ഒരു റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ ഡ്രോപ്പ് ആക്കി എന്ന് തോന്നുന്നു. പിന്നെ HRDക്ക് തന്നെ പല യൂണിവേഴ്സിറ്റിയിലും അവരുടെ അഫിലിയേഷൻ വന്ന് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തു, പഠിച്ചു. അതും ബയോളജിന്ന് കമ്പ്യൂട്ടറിലേക്ക് ചാടുമ്പോൾ വീണ്ടും സ്ട്രഗിളാണ്. എന്ന് വെച്ചാൽ പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അതൊരു റീസ്റ്റാർട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത്യാവശ്യം പഠിച്ച് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രോഡോ ടൈപ്പ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കമ്പ്യൂട്ടറിനോടൊക്കെ അന്ന് താല്പര്യം ഉണ്ടായിരുന്നു. വെച്ചാൽ കമ്പ്യൂട്ടർ മീൻസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനല്ല കേട്ടോ, ഈ കോഡിങ് അങ്ങനത്തെ ഇൻട്രസ്റ്റ് അന്നേരം പ്രോട്ടോടൈപ്പ് ഒക്കെ ചെയ്തപ്പോഴാണ് വന്നേ. ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഈ കമ്പ്യൂട്ടറിനോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ സാധ്യതകളൊക്കെ മനസ്സിലായി. പിന്നെ ഈ ബയോളജി സയൻസ് പഠിച്ചപ്പോഴാണ് ഈ ബയോളജിയിലേക്ക് ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനായിട്ട് അത്ര എനിക്ക് ഒരു കേപ്പബിൾ അല്ല എന്ന് എനിക്ക് മനസ്സിലായത്. എന്നുവെച്ചാൽ അതിന്റെ അകത്തെന്ന് വെച്ചാൽ ഡോക്ടർ അങ്ങനത്തെ ഫീൽഡിലേക്ക് എന്നുവെച്ചാൽ അതിന്റെ അകത്ത് ഭയങ്കര പല ഈ മെഡിക്കൽ നെയിമുകള് ഇപ്പൊ അത് പഠിക്കുന്നവർക്ക് കറക്റ്റ് അറിയാം. അത്യാവശ്യം ഒരു സ്ട്രഗിളാണ്. അപ്പൊ എന്നെയും കൊണ്ട് ഒരു കേപ്പബിലിറ്റി ഇല്ലാന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് BSc കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഞാൻ പോയത്. പിന്നെ എനിക്ക് ഈ മാത്തമാറ്റിക്സിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അതിലേക്ക് പോകാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കുറെ പേരോട് ഇങ്ങനെ അന്വേഷിച്ച് പെറുക്കി നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഇപ്പം അതിന്റെ അകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. എന്ന് വെച്ചാൽ അതിന്റെ ഒരു ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. താല്പര്യമില്ലായിരുന്നോ? അതിലേക്ക് എനിക്കെന്ന് വെച്ചാൽ അത്ര ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിനൊക്കെ. ഈ കുട്ടികളോട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു പക്ക അങ്ങനത്തെ ഒരാളൊന്നും അല്ല ഞാൻ. എന്ന് വെച്ചാൽ പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് തന്നെ ഇത് വന്നു. അപ്പൊ അങ്ങനെ പഠിച്ചു. അതിന്റെ ഇടയ്ക്ക് ബോട്ടോ ടൈപ്പിലും ചാനലൊക്കെ ആ സമയത്ത് ഞാൻ പിന്നെ പഠിച്ച് ഒരു കൊറോണ സമയത്താണ് ആ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അപ്പം ഞാൻ ഈ പഠിച്ച് കുറച്ചായ ശേഷമാണ് ഈ പ്രോജക്റ്റ് ചെയ്യേണ്ട സമയത്തൊക്കെയാണ് ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. അപ്പൊ അതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അത്യാവശ്യം ഒന്ന് സെറ്റായി, അത്യാവശ്യം പഠിച്ചു. അവസാന സെമ്മൊക്കെ വന്നപ്പോ എന്ന് വെച്ചാൽ കൊറോണ ബാച്ച് ആയതുകൊണ്ട് കുറെയൊക്കെ ഇളവുകളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം പാടായിരുന്നു എക്സാം ഒക്കെ. എനിക്ക് എന്ന് വെച്ചാൽ പല സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇംഗ്ലീഷിലാണെങ്കിലും ഭയങ്കര ഒരു ചിലവർക്ക് ഞാൻ എന്റെ കാര്യം മാത്രം പറഞ്ഞു, ഇപ്പം ബാക്കിയുള്ളവർക്ക് എളുപ്പമാകാം. എന്റെ കൂടെയുള്ള പലർക്കും എളുപ്പമൊക്കെ ആയിരുന്നു, നല്ല മാർക്ക് വാങ്ങുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കേസാ പറഞ്ഞു. അപ്പം അത്യാവശ്യം ഒരു ക്യാച്ച് ചെയ്യാനും ഇതൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പം അത്യാവശ്യം ഒരു പാസ് മാർക്കോട് കൂടി രക്ഷപ്പെട്ട് ചാടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. പാസ് ഔട്ടായി. അതിനും അത്യാവശ്യം മാർക്ക് കുറവായിരുന്നു. പിന്നെ
അപ്പൊ അവിടെ ഏത് വർഷമാണ് പാസ് ഔട്ട് ആയത്? ഏത് വർഷം? 2023 ഞങ്ങള് പാസ് ഔട്ട് ആണ് എന്റെ തൊട്ട് അടുത്ത വർഷം. അപ്പൊ അത്യാവശ്യം സമയത്താണ് പിന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു PG എടുത്താലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നത്. ഓക്കെ, അതപ്പം കരിയറിന് ഒരു ബ്രേക്ക് സംഭവിച്ചായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 പാസ് ഔട്ട് ആയതിനു ശേഷം ജോലി ചെയ്യണമെന്നൊന്നും ഓർത്തില്ല? ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, എന്നാലും നമുക്കൊരു സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ട് നമുക്ക് പോകാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഏറ്റവും ഒരു ഡേറ്റാ സയൻസ് ഫീൽഡിലേക്ക് എനിക്കൊരു ഒന്ന് അന്വേഷിച്ചപ്പോ പിറക്കി വന്നപ്പോ ഒരു ഡേറ്റാ സയൻസ് ഫീൽഡ് നല്ലതാന്ന് മനസ്സിലായത്. അപ്പം അപ്പൊ അങ്ങനെ ആദ്യമേ ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് തന്നെയാണ് നോക്കിയത്. അപ്പൊ ഞാൻ അപ്പൊ ആ ഇടയ്ക്കാണ് ഞാൻ മറ്റൊരു ഇന്റേൺഷിപ്പിനായിട്ട് പോയത്. ഒരു ഇൻകർ റോബോട്ടിക്സില് ഒരു മാസത്തോളം ഒരു ഇന്റേൺഷിപ്പിന് പോയത്. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന അന്നായിരുന്നു അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. ഞാൻ അത് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ്, വൈകുന്നേരം നോക്കിയപ്പോഴാണ് അന്നാണ് ലാസ്റ്റ് ഡേറ്റ്, കോഴ്സ് ഡേറ്റ്. അപ്പൊ അവിടെ നിന്ന് വെച്ചാൽ പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ആകെ 20 സീറ്റുള്ളൂ. അതിനകത്ത് ജനറലിനുണ്ട്, OBCക്കുണ്ട്, OECക്കുണ്ട്, പിന്നെ പുറത്ത് വന്ന് പഠിക്കുന്നവർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പം നമുക്ക് അപ്പൊ അത് എഴുതുന്നവരോ 120 പേര് എക്സാം ഉണ്ട്. അത് പബ്ലിഷ് ചെയ്തപ്പോഴാണ് മനസ്സിലായി അതിന് 120 പേരെ കണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. പിന്നെ അതിന്റെ തന്നെ വേറെ ക്യാമ്പസുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് പോണതിനോട് പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അതവിടെ മഹാത്മാഗാന്ധിയുടെ യൂണിവേഴ്സിറ്റി തന്നെ എന്ന് വെച്ചാൽ അവിടുത്തെ ക്യാമ്പസിൽ തന്നെ, ക്യാമ്പസിൽ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറെ നോക്കിയപ്പം വേറെ കോളേജുകളിലുണ്ട്, പക്ഷെ എനിക്കൊരു അവിടെ പോയി പഠിക്കാനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. ഓക്കെ, അപ്പോഴാണ് എന്റെ ഒരു കസിൻ വഴി ബാംഗ്ലൂർ ഒരു എനപ്പോയ യൂണിവേഴ്സിറ്റി അവർക്കും അപ്പൊ അവരുടെ എന്ന് വെച്ചാൽ മംഗലാപുരത്തെ മെയിൻ മെഡിക്കൽ കോളേജും അവര് മെഡിക്കൽ കോളേജ് നടത്തുന്നുണ്ട്. ഇത് കൂട്ടാ സർക്കാരും ഇവരും കൂടെയാ, അവിടുത്തെ സർക്കാർ വെച്ചാ ചെയ്യുന്നത് അവിടുത്തെ മെഡിക്കൽ കോളേജ്. അപ്പം ഇവരാണ് മെയിനായിട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സംഭവമായിട്ടുള്ള സംഭവങ്ങളാണ്. നേഴ്സിംഗ് ഉണ്ട്, എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾ, എല്ലാ സംഭവം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ആർട്സ് ആൻഡ് സയൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ അവിടുന്ന് ഈ ബാംഗ്ലൂർ പുതിയ ക്യാമ്പസ് അവർ തുടങ്ങി. അപ്പൊ ഞങ്ങളായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ബാച്ച്. ഏത് വർഷമായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? 23 തന്നെ. 23 സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമ്മള് ഫസ്റ്റ് തുടങ്ങിയ വർഷമായതുകൊണ്ട് ഞങ്ങള് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിലായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് എന്നുവെച്ചാൽ അതൊരു IT പാർക്ക് തന്നെയായിരുന്നു. ഞങ്ങളെ പഠിക്കുന്ന കോളേജിന്റെ സെയിം ബിൽഡിങ്ങിന്റെ മണ്ടയിലായിരുന്നു IBMന്റെ ഏറ്റവും മണ്ടയില് IBMന്റെ ഇത്. അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ബിൽഡിങ്ങിൽ IBMന്റെ ഉണ്ട്. പിന്നെ വേറെ ITയുടെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മള് അപ്പൊ അങ്ങനെ ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ താമസിക്കുന്ന വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഒരു IT കാരന്റെ ഒരു സെയിം പാറ്റേണിലായി പോകും നമ്മള്. എന്നുവെച്ചാൽ പക്കയായിട്ട് നമ്മളൊരു ഡ്രസ്സിംഗ് സ്റ്റൈല് പക്കയായിട്ട് ID കാർഡ് കൊണ്ടുപോകണം. ID കാർഡ് കാണിച്ചാല് നമ്മളെ കയറ്റി വിടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം നമ്മളെ ഇവിടുത്തെ കോളേജിലാണെങ്കിൽ നമ്മൾ ID കാർഡ് ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ല കേരളത്തില്. പക്ഷെ അവിടെ ഏറ്റവും മുഖ്യം എന്ന് പറഞ്ഞാൽ ID കാർഡാണ്, പിന്നെ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. പക്ഷെ ഞങ്ങളുടെ HOD എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിള്. പുള്ളിക്കാരൻ ഞങ്ങളുടെ ഫേവറേറ്റ് ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് HOD ആയിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി നമുക്ക് അറ്റൻഡൻസ് ഇല്ലെങ്കിലും വിഷയമില്ല. പുള്ളി മണിപ്പൂരുകാരനാണ്. ചിദാനന്ദ എന്നാണ്, ഡോക്ടർ ചിദാനന്ദ. ഒരു വലിയ പേരാ. ഞങ്ങള് ചിതു എന്നാ ഞങ്ങള് വിളിക്കണേ. ഒരു വലിയ പേരാ പുള്ളിയുടെ, ചിദാനന്ദ സിംഗ്. അങ്ങനെ ഒരു വലിയ പേരാ പുള്ളിയുടെ. കറക്റ്റ് ഓർമ്മയില്ല. ഞങ്ങളെപ്പോഴും ചിതു എന്ന് വിളിക്കണോണ്ട് അങ്ങനെ. അപ്പം പുള്ളി ഭയങ്കര പാവട്ടോ. പുള്ളിക്ക് കുറെ ഡോക്ടറേറ്റ് ഉണ്ട്, കുറെ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര സംഭവം, നമ്മളെക്കാളും ഒരു ഫാർ ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഭയങ്കര നോളജാ. പുള്ളിയുടെ ഇതൊക്കെ നോക്കുമ്പോ നമ്മൾ ഒന്നുമല്ല എന്നുള്ള ഒരു അവസ്ഥ. അങ്ങനെ പോവാണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാ
ബാംഗ്ലൂരാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോഷർ കിട്ടി. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങളെന്ന് വെച്ചാൽ IBMന്റെയും കൂടെ ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. IBMന്റെ ക്ലാസ്സിന്. അപ്പൊ കുറെ ഒരു സബ്ജക്റ്റ് അവിടെ ഒരു ടാലന്റ് അക്വിസിഷൻ ഒരു അവിടുത്തെ ഒരു നമ്മളെ അവർ ഒരു പഠിപ്പിക്കുന്ന ഒരു ടീം സെപ്പറേറ്റ് ഉണ്ട് IBMന്. അപ്പൊ അവര് വന്ന് ഞങ്ങളെ ഒരു അവിടുത്തെ ഒരു ലെക്ചർ വന്ന് ഞങ്ങൾ പഠിപ്പിക്കും. ഒരു സബ്ജക്ട് ഒരാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പൊ പഠിപ്പിച്ചിട്ട് ഒരു എക്സാം ഒക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാ സെം വൈസ് 4 സെം ഉണ്ടായിരുന്നു. ഓരോ സെമ്മിലും ഒന്ന് പഠിപ്പിക്കും. പിന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് സെമ്മില്. അപ്പൊ അത് IBM ആയിരുന്നു ഗൈഡ് ചെയ്തേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു പുറത്തേക്ക് വേറെ ഒരു കമ്പനിയിലേക്ക് ഒരു ഇന്റേൺഷിപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ അവരുടെ തുടക്കത്തിലുള്ള ഒരു ബാച്ച് ആയതുകൊണ്ട് നമുക്ക് കാര്യമായ ഒരു പ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പാസ്ഔട്ട് ആയിരുന്നു അന്നേരം 2025 ആഗസ്റ്റ് ആയപ്പോഴാണ് എക്സാം എല്ലാം കഴിഞ്ഞ് സെറ്റായി. ഒരു തരത്തിലുള്ള ഇന്റർവ്യൂകളും നിങ്ങൾക്ക് കിട്ടിയില്ല? ഇന്റർവ്യൂ കിട്ടിയോന്ന് വെച്ചാൽ കിട്ടി. പക്ഷേ പ്ലേസ് ആകാനായിട്ട് പറ്റില്ല. നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആരെങ്കിലും അങ്ങനെ കയറി പോയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. അവര് പിന്നെ വേറെ രീതിയിലാ പോയെ. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് നടന്നു. അതിന്റെ അകത്ത് കുറച്ച് പേര്, ഞാനടക്കം ഒരു 3-4-5 പേര് സെലക്ട് ആയി. പിന്നെ അടുത്ത റൗണ്ട് സെലക്ട് ആയി എന്ന് പറഞ്ഞു. അടുത്ത റൗണ്ടിലേക്ക് വിളിക്കൂന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടും വിളിച്ചില്ല. എന്ന് വെച്ചാൽ ഡിസംബറിലാണ് നടത്തിയേ. ഇപ്പൊ 7 മാസമായി. ഇതുവരെയായിട്ട് ഒരു ഇതില്ല. അവരെയൊക്കെ വിളിക്കാത്ത എന്താ? അപ്പം എന്ന് വെച്ചാ പല ഇന്റർവ്യൂസും ഒക്കെ അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നു, സെറ്റായില്ല. പിന്നെ അവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അവര് തന്നെയാണ്. എന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഡീം ടു ബി യൂണിവേഴ്സിറ്റി. ജെയിൻ, ക്രൈസ്റ്റ് ഒക്കെ പോലെ. നമുക്കിപ്പോ കൊച്ചിയിൽ ഇപ്പൊ പേരുകേട്ടാന്ന് പറഞ്ഞാൽ ജെയിൻ യൂണിവേഴ്സിറ്റിയാ. അത് അവരെ പോലെ തന്നെയാ. അപ്പം ഞങ്ങളെ കൂട്ടത്തില് അപ്പൊ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പൊ അവര് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അപ്പം അതിന്റെ അകത്ത് ഏതാണ് നമുക്ക് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. അത് ആ എക്സാമിന്റെ തലേ ദിവസമോ അന്നോ കണ്ടാണ് പിക്കപ്പ് ചെയ്തിട്ട് പ്രിൻസിപ്പൾ അങ്ങനെ റാൻഡമായിട്ട് പിക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ എക്സാം നടത്തിയത് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം നടത്തിയതിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിന്റെയോ വാല്യുവേഷനിലോ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ? അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ക്വസ്റ്റ്യനും കാരണം അതിലെന്തെങ്കിലും ഇത് സ്കാമോ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, നോ സ്കാം എന്നുവെച്ചാൽ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെയാണ്. ഞങ്ങള് ടീച്ചേഴ്സിന് സോപ്പിട്ട് വെച്ചേക്കുവാ. അപ്പൊ ആ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെ വരുന്നതെന്നുള്ളതിന്റെ മൊത്തവും നമുക്ക് തരും. അപ്പൊ അതിന്റെ അകത്ത് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അന്നത്തെ ദിവസം എന്ന് വരുന്നത് ഏത് വന്നെന്ന് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് വായിച്ചു നോക്കി അറിയാം. അപ്പൊ നമ്മളൊരു അതിന്റെ അകത്ത് ഞങ്ങളുടെ പാറ്റേൺ എന്ന് വെച്ചാൽ 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യന്, 15 മാർക്കിന്റെ 10 മാർക്കിന്റെ ഒരു 5-6-7 ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഒരു 15 മാർക്കിന് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് 15 മാർക്കിന് വെച്ചാൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ബാക്കിയുള്ള 10 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ എഴുതണം. 2 മാർക്കിന്റെ ഒരു 5 ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ അതിന്റെ അകത്ത് എന്ന് വെച്ചാൽ അപ്പൊ നമ്മള് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തരൂല് 3 മൊത്തത്തിൽ ക്വസ്റ്റ്യൻ. അതിന്റെ അകത്ത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് കുറെ സിമിലർ ആയ ക്വസ്റ്റ്യൻസ് തന്നെ 15 മാർക്കിനുണ്ട്. അപ്പം സെയിം ടോപ്പിക്കിന്റെ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് നമ്മള് ആ ടോപ്പിക് ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 15 മാർക്കിന്റെ കുറെ ക്വസ്റ്റ്യങ്ങൾ നമുക്ക് വിട്ട് പോകാം. അപ്പൊ നമുക്ക് അത് മൊത്തം പഠിക്കുവാണെങ്കിൽ പഠിച്ചിട്ട് പോവാണെങ്കിൽ ഇതുകൂടി സുഖമായിട്ട് നമുക്ക് ജയിക്കാം. അപ്പം ഇതൊന്നും നോക്കാതെ വന്ന ഒരാൾക്ക് സുഖമായിട്ട് തോക്കാനും പറ്റും എന്നുവെച്ചാൽ. അപ്പൊ ഞങ്ങളെ ഒരു ജയിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. തോക്കുന്നവരെന്ന് വിറക് വന്ന ആൾക്കാരുള്ളൂ. അവരെന്ന് വെച്ചാൽ ചുമ്മാ എഴുതുന്ന ആൾക്കാരാണ് തോക്കുന്നത്. തോക്കാൻ ചാൻസ് ഇല്ല ഇതില്. എന്റെ സീമ പോലെ അല്ല, ഇതില് തോക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ അത് നോക്കി പഠിച്ച് സെറ്റായി വന്നാൽ നമുക്ക് സുഖമായിട്ട് ജയിച്ചിട്ട് പോവാം. പനിയാന്ന് വെച്ചാൽ ഇത് സ്ട്രിക്റ്റ് വാല്യുവേഷൻ കൂടിയാ. മറ്റേ ക്യാമറയുണ്ട്, 2 നോക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്.
സ്ട്രിക്റ്റ് വാല്യുവേഷനാ. പക്ഷെ നമ്മൾ പക്കയായിട്ട് നമ്മൾ പഠിച്ചിട്ട് വന്നിട്ട് എഴുതുവാണെങ്കിൽ 3 മണിക്കൂർ എക്സാം, മണിക്കൂർ പോകുന്നറിയില്ല. നമ്മൾ ഫസ്റ്റ് 15 മാർക്കിന് എഴുതി, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതി, 15 മാർക്കിന് 15 മാർക്കിന് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ 1.25 മണിക്കൂർ 1.5 മണിക്കൂർ പോകും. 10 മാർക്കിന് എഴുതുമ്പോൾ തന്നെ 1 മണിക്കൂർ 1.25 മണിക്കൂർ പോകും. പിന്നെ 15 മിനിറ്റുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ നമ്മള് കടന്ന് എഴുതുമായിരിക്കും. കൈക്ക് വേദന അറിയില്ല. അപ്പൊ അങ്ങനെ കിടന്ന് അത്യാവശ്യം നമുക്ക് പഠിച്ചിട്ടാണ്. ഇപ്പം ചില ക്വസ്റ്റ്യൻ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു സബ്ജക്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ഇച്ചിരി പാടായിരുന്നു. പക്ഷെ എന്നാലും അപ്പൊ ആ അവസാനത്തെ സെം വന്നപ്പോഴാ എനിക്ക് ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന സബ്ജക്റ്റിന് സെയിം മാർക്ക് തന്നെയാണ് ഏറ്റവും പാടുള്ള സബ്ജക്റ്റിന് സെയിം മാർക്ക്. അപ്പൊ എന്ന് വെച്ചാൽ അവസാന സെം വന്നപ്പോ അത്യാവശ്യം പിടിച്ചിട്ടേ ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല മാർക്കുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മംഗലാപുരത്ത് വെച്ചായിരുന്നു ഞങ്ങളെ ഗ്രാജുവേഷൻ ഇതൊക്കെ. അപ്പൊ അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. ആ ഒരു സംഭവം ചാപ്റ്റർ അങ്ങ് എന്തായി. ഇപ്പൊ കറണ്ട് ജയമോൻ എന്താണ്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് കഴിഞ്ഞ് ഞാനൊരു ഇന്റേൺഷിപ്പും ഇതൊക്കെ പരിപാടികളൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു 4 മാസത്തോളം ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടിയോ നമുക്ക്? നമ്മുടെ PG-യുടെ എല്ലാ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി. അത് പക്കയാ. പിന്നെ അവര് പിന്നെ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ TC ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. TCക്ക് പൈസ ഉണ്ട്. പിന്നെ അല്ലാതെ വേറെ മാർക്ക് പൈസ ആയിട്ട് വേറെ മാർക്കണമെങ്കിൽ അതിന് പൈസ, എല്ലാത്തിനും വേറെ സെപ്പറേറ്റ്. ഞാൻ ഫ്രീ ആയിട്ടുള്ള കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാജുവേഷൻ 5000 രൂപയൊക്കെ കൊടുക്കേണ്ടി വന്നു. അത് അത്യാവശ്യം ഒരു പൈസയായിരുന്നു. പിന്നെ അവിടുത്തെ കോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിന് പൈസയൊക്കെ വാങ്ങിച്ചു. അപ്പൊ അതൊക്കെ നമുക്ക് കയ്യിലൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെക്കാവുന്നല്ലാതെ PG-കാരനായി അങ്ങനെ അവൻ 2025 ആഗസ്റ്റില് പുള്ളി ഗ്രാജുവേഷൻ, പുള്ളി PG ഗ്രാജുവേറ്റ് ആയി. അത് കഴിഞ്ഞ് ഒരു മാസം 1.5 മാസം 2 മാസം ഒരു ഇന്റേൺഷിപ്പ് പോലെ സംഭവം ചെയ്തായിരുന്നു ഈ ഡേറ്റ സയൻസ് തന്നെ. അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഇന്റേൺഷിപ്പിലേക്ക് കയറിയത്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പൈതന്റേനും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതൊരു തലവേദന പിടിച്ച കേസായിട്ടായിരുന്നു. രാവിലെ നമുക്കെന്ന് വെച്ചാൽ രാവിലെ ഒരു 9 മണിയൊക്കെ മുതല് രാത്രി വരെ 12 മണി വരെ നമ്മൾ അതിൻ്റെ അകത്ത് ആട് ഇടണം. മറ്റു പരിപാടി ഇറ്റ സമയത്തിനുള്ളിൽ ഇട്ടുകൊണ്ട് പോയാൽ മതി. വാട്സാപ്പിൽ ഇതൊക്കെ ചില സമയത്ത് ഭയങ്കര ഇതായിരിക്കും, ഹെഡേക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഓരോരുത്തരെ വിളിക്കണം, ഓരോ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇടണം, മറ്റേത് ഇടണം, വിളിക്കണം. എന്നുവെച്ചാൽ ഒരു 2-3 പേരുടെ സൈഡ് ബിസിനസ് ആണ് അതിന്റെ നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഒരു 3-4 ഡ്രസ്സിനനുസരിച്ചുള്ള പൈസയോ അതും ഇല്ല. 6 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്താൽ മതി എന്നുള്ള ഒരു അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് ഉള്ളതുകൊണ്ട് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷൻ മാത്രം. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് നമുക്ക് ശനിയാഴ്ച ലീവില്ല, ഞായറാഴ്ച ലീവില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ നമുക്കിപ്പം ഇടയ്ക്ക് നമുക്ക് ഒന്ന് ചായ കുടിക്കാൻ പോകണം, എങ്ങനെ പോകും? ഇത് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? ഇപ്പൊ നമ്മള് ഫ്രണ്ട്സായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന അവർക്ക് ഇഷ്ടപ്പെടുവോ? ഒന്ന് ചായ കുടിക്കാൻ പോകണമെന്ന് ശരിയാവോ? ഇപ്പൊ നമുക്കിപ്പം ഇപ്പൊ ഞാൻ കൃഷ്ണൻ, അപ്പൊ പള്ളിയിൽ നമ്മൾ താമസിച്ചെഴുന്നേറ്റു 2ാമത്തെ കുർബാനയ്ക്ക് പോകാനോ അതുമല്ല. നമ്മൾ ആദ്യത്തെ പറഞ്ഞ കുർബാനയ്ക്ക് പോയിട്ട് അതെല്ലാം ചെയ്യണം. എന്ത് ചെയ്യണം? അപ്പം നമ്മളിപ്പോ ട്രിപ്പ് പോവാണെങ്കിൽ ആ ട്രിപ്പിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തോണ്ട് നമുക്കത് ആസ്വദിക്കാനേ പറ്റില്ല. ഇപ്പൊ സിനിമയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ട്രിപ്പുകളിൽ പോയപ്പം നമ്മള് രണ്ടും ഒരുമിച്ച് പോകുമ്പോ അവരെല്ലാവരും എക്സ്പ്ലോർ ചെയ്താലേ ഞങ്ങൾക്ക് അങ്ങനെ സിനാരിയോ ഉണ്ടായിട്ടുണ്ടല്ലേ. അതെ, ട്രിപ്പ് പോയപ്പോ. പിന്നെ നമ്മളിപ്പോ സിനിമ കാണാൻ പോയി. അപ്പൊ സിനിമയ്ക്ക് നമ്മള് അതിന്റെ ഇടയ്ക്ക് ഇരുന്ന് നമ്മളിങ്ങനെ ചെയ്യണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഫോൺ വന്നാൽ നമ്മള് മൊത്തം. അപ്പം അപ്പൊ അത് ഒരു ഇതായത് കൊണ്ട് ഞാനൊരു 4 മാസമൊക്കെ ആയപ്പോഴത്തേക്കും പയ്യെ ഡ്രോപ്പ് ചെയ്തു. ഏകദേശം എന്നായിരുന്നു ഡേറ്റ്? 2025 ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും അതിന് മുമ്പ് ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് പറ്റില്ല. അപ്പൊ 1 മാസം നമുക്ക് ഇത് ചെയ്തു കൊടുക്കണം. അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല, ഇതുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം 15 ദിവസം ആദ്യം പറഞ്ഞു. പിന്നെ അവർക്ക് അടുത്ത ആളെ കിട്ടാത്തതുകൊണ്ട് 15 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. പേയ്മെന്റ് ഒക്കെ കിട്ടി. പക്ക പേയ്മെന്റ് ആയിരുന്നു. അതും കഴിഞ്ഞു. പിന്നെ എന്നിട്ട് എന്തായിരുന്നു ചെയ്തത്? അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കാൻ തുടങ്ങി. കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ടൈം കിട്ടി. അപ്പം
ഇതുവരെയായിട്ട് പ്രോപ്പർ ഒരു സ്ഥലത്ത് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ, ഇതുവരെയായിട്ട് കുറെ ഇന്റർവ്യൂസും ഇതൊക്കെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ഞാൻ പഠിച്ചതിൻ്റെതായിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ബിസിനസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേണമെങ്കിൽ കയറാം, സെയിൽസിൽ കയറാം, ഏത് വേണമെങ്കിൽ കയറാം. പക്ഷെ നമ്മൾ പഠിച്ചതിന്റെ ഒരു സെയിം ഫീൽഡിൽ തന്നെ കയറുമ്പോഴല്ലേ. ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ് കയറാം, ബിസിനസ് അനലിറ്റിക്സ്. പിന്നെ ഞാൻ പണ്ട് തെറ്റായിട്ട് എനിക്കറിയില്ലായിരുന്നു ഡേറ്റ അനലിറ്റിക്സ് എന്താണ്. ഞാൻ പണ്ടൊരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ എന്റെ ഇന്റർവ്യൂവിന്റെ നമ്മുടെ ഹെഡിങ് ഇങ്ങനെ വെക്കില്ലേ, ഞാൻ പ്രസാദ് ഡേറ്റ അനലിറ്റിക്സ് വെച്ച ആളാ ഞാൻ. എനിക്കറിയില്ലായിരുന്നത്. പിന്നീട് ഇവൻ ഇങ്ങനത്തെ കോഴ്സൊക്കെ എടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ എടുത്ത് തൊട്ടിലിരുന്നത്. ഈ ഡേറ്റ സയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പക്കാ പ്രോഗ്രാമിംഗ് ഒന്നും നമ്മൾ ഇതിന്റെ അകത്തില്ല. ഒരു ഹാഫ് പരിപാടി. എന്ന് വെച്ചാൽ നമ്മള് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചില്ല. പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ച് അത്യാവശ്യം നോളേജ്, നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ അത്യാവശ്യം നല്ല നോളേജ് വേണം. അത്യാവശ്യം നോളേജ് വേണം. പിന്നെ അത്യാവശ്യം ഈ പൈത്തണിലെ ഒരു പ്രോഗ്രാമിൽ ഒരു അത്യാവശ്യം ഒരു അടിത്തറ വേണം. പിന്നെ ഒരു XQL ഒക്കെ അത്യാവശ്യം ഇത് വേണം. പിന്നെ പവർ BI, ടാബ്ലൂ, ഇതൊക്കെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്കൊരു സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ക്ലൗഡിന്റെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്, AWS, അതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഓരോ കമ്പനീസിനും ഡിഫറൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ കമ്പനിയിലേക്ക് കയറി ഒന്ന് ലാൻഡ് ആയാലാണ് നമുക്ക് എക്സ്പ്ലോഷർ കിട്ടി ഒന്ന് സെറ്റ് ആയി വരാൻ പറ്റുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ നിലവിലിപ്പോ രണ്ടുപേരും ജോബ് സെർച്ച് ചെയ്യുന്ന സ്റ്റേജിലാണ്. അപ്പം ഇപ്പൊ ഇവന്റെ ഇത് പഠിക്കുന്നവരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ആ ഒരു ലെവലിൽ നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവന്റെ കൂടെ ചേരാം. എന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് മുന്നേറി അങ്ങ് പോകാം. അതുപോലെ തന്നെ എന്റെ കേസിലാണെങ്കിലും ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വേറെ ഓപ്പർച്യൂണിറ്റിയിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അതില് നമ്മുടെ കൂടെ കൂടാനുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. ഞാൻ എന്റെ ഫീൽഡിൽ അറിയാം, BCom ആണ്, അക്കൗണ്ട്സ് ആണ്, അതിൽ ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ മുന്നേറാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ പഠിച്ച് ഒരുമിച്ച് ഒരേ പാത്തിൽ വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാം. അല്ലെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതാണ് നമ്മുടെ ഒരു കറന്റ് സിനാരിയോ അല്ലെങ്കിൽ കറന്റ് കേസ്. അപ്പം ഇത് നിങ്ങളോടൊന്ന് പറയണം. നമുക്കൊരു ഒരു ദിവസത്തെ ഒരു ഇതായിട്ട് നമുക്ക് പറയാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. നിലവിൽ നിങ്ങൾക്ക് 2 കോഴ്സും ഇപ്പൊ ഇവന്റേതായിട്ടുള്ള നമ്മുടെ കോഴ്സിന്റെ പേരൊന്നും കൂടെ പറഞ്ഞു. MSc ഡേറ്റ സയൻസ് ആൻഡ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് എന്നാണ്. ഈ ബിഗ് ഡേറ്റ ഒക്കെ ഞങ്ങളുടെ CMAയിൽ നമുക്കൊരു ടോപ്പിക് ഉണ്ട്. CMA പഠിക്കാൻ പോകുന്നവർക്ക് അതിന്റെ കുറച്ചൊക്കെ എടുക്കാട്ടോ. അപ്പം അത് പഠിക്കാനുള്ളവർക്ക് അത് പഠിക്കാം. ആ കോളേജിന്റെ ഡീറ്റെയിൽസ്, എനപ്പോവോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ജയ്മോനെ കോൺടാക്ട് ചെയ്ത് കിട്ടും. നമുക്ക് ജയ്മോന്റെ ഇൻസ്റ്റയിൽ ID എന്തെങ്കിലും കൊടുക്കാം. നമ്മുടെ മെസ്സേജ് ചെയ്താലും മതി. അപ്പൊ അത് നല്ല കോഴ്സാണ്. അപ്പൊ അതിന്റെ സാധ്യതകളുണ്ട്. അവന് കിട്ടിയില്ല എന്ന് കരുതി അവന് കിട്ടായികയൊന്നുമില്ല. അത് പോകെ കിട്ടിക്കോളും. തുടക്കക്കാരനായിരുന്നു അവൻ. പിന്നെ അത് കയറി വന്നോളും. അതുപോലെ തന്നെ CMAയുടെ കേസും അക്കൗണ്ട്സ് ഫീൽഡിന്റെ കേസും 2-3 സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചു വെക്കുക. അക്കൗണ്ട്സ് പലമായിട്ടുള്ള. അപ്പൊ അതൊക്കെ ഞാൻ ക്വറി ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാലി ആയാലും നമ്മുടെ സോഹോ ആയാലും. അപ്പൊ അങ്ങനെ പുതിയ ക്വിക്ക് ബുക്സ് ഉണ്ട്. അങ്ങനെ പല ഇപ്പം ഇതുപോലെയൊക്കെ ക്വിക്ക് ബുക്സ് അങ്ങനത്തെ പല സോഫ്റ്റ്വെയർ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് Excel ആണ് ഇപ്പൊ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം Excel ഇല്ലാണ്ട് നമുക്കൊരു കളി നടക്കില്ല. അപ്പം എല്ലാവർക്കും ഏത് ഫീൽഡിൽ പോയാലും Excel ഒരു ഫസ്റ്റ് ആണ്. അപ്പൊ Excel എന്തായാലും എല്ലാവരും ആദ്യം തന്നെ പഠിക്കും. ഞങ്ങളും ഇപ്പൊ അതിന്റെ ഒരു ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതും വേണമെങ്കിൽ Excel നമുക്ക് വേണമെങ്കിൽ അതിന് തൊട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങളും സ്റ്റുഡൻസ് ആണ് അതിന്റെ ഈ Excelന്റെ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അപ്പോൾ ഈ 2 കോഴ്സും നല്ല കോഴ്സാണ്. ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലേക്കും അടുത്ത ഒരു ഐ തിങ്ക് CMA ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അടുത്ത ഒരു 5 വർഷത്തേക്ക് നല്ല രീതിയിൽ മാർക്കറ്റിനെ ഒരു പിടിച്ച് കുലുക്കണ ഒരു കോഴ്സായിരിക്കും ഈ പറയുന്ന CMA. അത് നടത്തുന്ന സ്ഥാപനം തൊട്ട് അത് ഇന്ന് പാസ് ഔട്ടായി ഇറങ്ങുന്ന വിദ്യാർത്ഥിനി സഹിതം എല്ലാവരും ഉള്ള ഏറ്റവും ബെറ്റർ ഒരു കോഴ്സാണ് CMA USA. അപ്പോൾ അതിൻ്റെ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ടൊന്ന് നോക്കാം. അതുപോലെ തന്നെ ജയ്മോൻ്റെ കോഴ്സും അടിപൊളി കോഴ്സാണ്. ജോലി കിട്ടും, കിട്ടായിക്കല്ല. നമ്മൾ ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ വേറെ വീഡിയോ ആയിട്ടൊക്കെ മാറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് സെർച്ചിങ് സ്റ്റേജിലാണ്. കാരണം ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ പാസ് ഔട്ട് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കതും ചെയ്യാം.
അപ്പോൾ ഇത് നമുക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് മറ്റു പോഡ്കാസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ജസ്റ്റ് താങ്ക് യു.